ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PSC തിങ്സ്. അപ്പോൾ എന്താ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുന്നു? പഠിത്തമൊക്കെ നല്ല രീതിയിൽ പോകുന്നില്ലേ? അപ്പോൾ കമ്പനി ബോർഡ് LGS ഉണ്ട്, VFI ഉണ്ട്, അങ്ങനെ ഒരുപാട്. എന്താ മുന്നിതാ വരുന്നു 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 അപ്പോൾ അതൊക്കെ നമുക്ക് VFIയും കമ്പനി ബോർഡ് LGS ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ തമ്പനയിൽ പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ പഠന രീതി മാറ്റണം. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് പ്രയത്നിക്കുന്നവരുണ്ടാവും, 5ഉം 10ഉം വർഷമായിട്ട് പ്രയത്നിച്ചിട്ടും ജോലി കിട്ടുന്നില്ല, അതിൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ആവുന്നില്ല. അപ്പം നമ്മൾ ചിന്തിക്കണം നമുക്ക് എവിടെയാണ് തെറ്റുപറ്റുന്നത്. മറ്റുള്ളവർക്കും നമുക്കും എല്ലാവർക്കും ഒരേ സമയമാണ്, അത് പല രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പഠന രീതികളും പല രീതിയിലാണ്. ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം, നമുക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറിയാലും ഏറ്റവും ലാസ്റ്റ് വരുന്നതും ജോലി കിട്ടാതാവുന്നതും എല്ലാം നമ്മുടെ ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടാണ്. അപ്പം നമ്മൾ തിരുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2019 21 വരുന്ന സ്വത്തോ. സോറി കേട്ടോ, മോനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അവൻ്റെ അടുത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2019 21 ആദ്യത്തെ പ്രിലിംസ്. അതിൽ നിന്നാണ് ഞാൻ ജോലിക്ക് കയറിയത്. അപ്പോൾ അതിന് മുന്നേ തന്നെ എല്ലാവരും പറഞ്ഞു, അയ്യോ സിലബസ് അങ്ങനെ മാറ്റി ഇങ്ങനെ മാറ്റി SCRT ഒക്കെ ഇൻക്ലൂഡ് ചെയ്തു, ഇനി അത് പഠിക്കണം, റാങ്ക് ഫയൽ പഠിക്കണം, ഇതൊക്കെ നമുക്ക് ജോലി കിട്ടുമോ? ഫസ്റ്റത്തെ തന്നെ പ്രിലിംസ് ആയതുകൊണ്ട് അത് ഫസ്റ്റ് പ്രിലിംസ് എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു എനിക്ക് എക്സാം. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെ ആയിരിക്കും എക്സാം, ഏത് ലെവലായിരിക്കും, മാറ്റിയതല്ലേ, അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്ക് അറിവുണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റ് സ്റ്റേജാണ്. കാരണം ഇല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജോ തേർഡ് സ്റ്റേജോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആദ്യത്തേതിൻ്റെ ഒരു മോഡൽ വെച്ച് പഠിക്കാമായിരുന്നു. അതിനൊന്നും എനിക്ക് പറ്റിയില്ല. പക്ഷേ ഫസ്റ്റത്തെ സ്റ്റേജ് ആണെങ്കിലും എനിക്കതിൽ നല്ലപോലെ എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മെയിൻസ് എഴുതി എനിക്ക് റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ കയറാൻ പറ്റി. 680 പേരെ എടുത്തുള്ളൂ. അതിൽ തന്നെ എനിക്ക് 576ാമത്തെ റാങ്ക് കിട്ടി. അതിൽ എനിക്ക് എപ്പോഴും അഭിമാനമുണ്ട്. എനിക്ക് അവസാനം ആണെങ്കിൽ കൂടെ, കാരണം അത് സിലബസ് മാറ്റിയതും എല്ലാം ആ ഒരു സമയത്താണല്ലോ, 2 സ്റ്റേജായി നടത്തിയതുമെല്ലാം. എന്നിട്ടും അതിൽ നിന്ന് കയറി ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ എങ്ങനെ എത്തി, എൻ്റെ പഠന രീതി എങ്ങനെയായിരുന്നു, ഞാനത് പല വീഡിയോയിലും പറയാറുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു ലെവലിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കും, നിങ്ങൾക്ക് എന്തായാലും ജോലി നേടാൻ പറ്റും. അതായത് നമ്മൾ മോക്ക് ടെസ്റ്റ് എന്നും നമ്മൾ ചെയ്ത് പഠിക്കുക, നമ്മുടെ PYQ ചെയ്ത് പഠിക്കുക. അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് PSC എപ്പോഴും ഒരു 10-60 മാർക്കിനെങ്കിലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. 50-60 മാർക്കിന് എന്തായാലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവർ. അപ്പോൾ പിന്നെ അതുപോലെ SCRT, അതിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. SCRT മെയിനാണ്. SCRT PYQ, പിന്നെ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ റെഫർ ചെയ്യാൻ വേണ്ടി അതും എടുക്കുക. ഇനി അല്ല നിങ്ങൾക്ക് ഫോണാണ് കുറച്ചുകൂടി കംഫർട്ടെങ്കിൽ ഫോണിലൂടെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്ക് എങ്ങനെയാണ് ആ ടോപ്പിക്ക് നമ്മൾ എടുക്കുക, അത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഏറ്റവും നല്ല വ്യൂസിൽ പോകുന്നതും അല്ലെങ്കിൽ നല്ല ക്ലാസ്സുകൾ ഏതാണെന്നും നിങ്ങൾക്ക് അത് നോക്കും മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ അതും പഠിച്ചു പോവുക. നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യണം, മലയാളം ആണെങ്കിലും ഇനി ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാം മോക്ക് ടെസ്റ്റുകൾ എത്രത്തോളം ചെയ്ത് പഠിക്കുന്നോ അത്രത്തോളം നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ആവും. ഷുവറാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ ഡെയിലി ഓരോ അരമണിക്കൂറിൻ്റെ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ കറണ്ട് അഫയേഴ്സ് ഡെയിലി കാണുക. ഇന്ന് കണ്ട് നമ്മൾ ബാക്കി കാണാൻ വരുന്ന സ്വത്തോ. പിന്നെ ബാക്കി നാളെ നമ്മൾ പഠിക്കുമ്പോൾ ഇന്നത്തേതും കൂടെ കുറച്ച് കേൾക്കുക. അത് ഇത്തിരി സ്പീഡിലിട്ടിട്ട് 1.5x 2x ഇട്ട് കാണുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കുക. കാരണം കറണ്ട് അഫയേഴ്സ് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ കിട്ടില്ല. കാരണം നമ്മൾ ഇത് പഠിക്കുന്ന പോലെയല്ലല്ലോ, നമ്മൾ റാങ്ക് ഫയലോ അതൊന്നും പഠിക്കുന്ന പോലെയല്ല കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിൽ നിന്നുള്ള മാർക്ക് നമുക്കൊരു 20 മാർക്കിൽ ഒരു 15-18 മാർക്ക് കിട്ടിയാൽ തന്നെ നമ്മൾ സൂപ്പറായി. കാരണം കറണ്ട് അഫയേഴ്സിൽ നിന്നും അത് എല്ലാവർക്കും ഫുൾ മാർക്കൊന്നും കിട്ടാറില്ല. കാരണം അത് അവർ എവിടെ നിന്ന് ചോദിക്കും, എങ്ങനെ ചോദിക്കുന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. എന്നാലും കുറച്ച് എപ്പോഴും സ്ഥിരമായി ചോദിക്കുന്നതുണ്ട്. മന്ത്രിമാർ, അതുപോലെ തന്നെ അവാർഡുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഒന്നുകൂടെ ഇരുത്തി പഠിക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾ ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മളിപ്പോൾ പലത് എഴുതിയിട്ടുണ്ടാകും, ആ ലക്ഷ്യങ്ങളൊക്കെ തട്ടി നമ്മൾ വീണിട്ടുണ്ടാകും, നമുക്ക് ആ ലക്ഷ്യത്തിലേക്കൊന്നും എത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇതൊരു പുതിയൊരു ചുവടായിട്ട് നമ്മൾ കാണാം. നമ്മളിതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിച്ചാൽ ഈ ലോകം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അതുപോലെ നമ്മൾ ആത്മാർത്ഥമായി പ്രയത്നിക്കുക, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. പഠിക്കുന്നവന് നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണോ? ദൈവവും നമ്മുടെ ചുറ്റുമുള്ളവരും എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ കഷ്ടപ്പെടാൻ കുറച്ച് മനസ്സ് മാത്രം ഒന്ന് കാണിച്ചാൽ മതി. നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഓരോ എക്സ്ക്യൂസസ് ഉണ്ടാകും. അതൊന്നും നമ്മുടെ പഠനത്തെ ബാധിക്കരുത്.
ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ തരണം ചെയ്ത് നമുക്ക് പഠിക്കാൻ കിട്ടുന്ന കുറച്ച് സമയമാണെങ്കിൽ ആ കുറച്ച് സമയം നല്ല ആത്മാർത്ഥമായി വൃത്തിയായി പഠിക്കുക. അപ്പം നമ്മൾക്ക് എങ്ങനെ പഠിച്ചാലാണ് ജോലി കിട്ടുക, നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യണം, അത് നമുക്ക് PYQൻ്റെ ബുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ നല്ലപോലെ പഠിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ജോലി കിട്ടും. നമ്മുടെ ലക്ഷ്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ ആ കഷ്ടപ്പാടുകളെല്ലാം നമുക്ക് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ മാറും. ഒരുപാട് സന്തോഷവും നിറഞ്ഞ ജീവിതമായിരിക്കും നമുക്ക് അപ്പോൾ ഉണ്ടാവുക. ആ ഒരു ഇത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ നന്നായി പഠിക്കുക. അപ്പോൾ എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടാവും. എന്നെപ്പോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. പക്ഷേ ഇതിപ്പോൾ എല്ലാവർക്കും ഞാൻ പറയുന്നത് നല്ലതാണോ, ഇങ്ങനെ പഠിച്ചാൽ ജോലി കിട്ടും, അങ്ങനെ പല സംശയങ്ങളുണ്ടാവും. നിങ്ങൾ ആത്മാർത്ഥമായി അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കേ.